സാക്ഷിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോളജി ഒന്നും പറയണ്ട. സാക്ഷിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരോട് പറയുക, അത്രയേ ഉള്ളൂ. അതാണ് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സാക്ഷിയാവുക. അത് ഈ പട്ടി ചെന്ന് കളിയാക്കിയൊന്നും ഇടപെടുകയൊന്നും അല്ലല്ലോ. കിടക്കുക കാലൊടിഞ്ഞേച്ച്, എടാ സൂക്ഷിച്ച് നടക്കണം എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. അവൻ ചെന്ന് പറയുന്നത് ഞാനും ഇങ്ങനെ ആയിരുന്നു. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ജയിലിൽ, പ്രിസണിൽ, ഇവിടെ അല്ല പുറം രാജ്യങ്ങളിലൊക്കെ ചാപ്ലൈൻസ് ഉണ്ട്. ഈ ചാപ്ലൈൻസ് ചെന്ന് തടവുകാരോട് സുവിശേഷം അറിയിക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സിക്യൂഷനൊക്കെ നടക്കേണ്ട ആൾക്കാരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് പോയി സുവിശേഷം പറയണമെന്ന്. അത് ഇവർക്ക് പൈസ അതിനുവേണ്ടി കൊടുത്തിരിക്കുകയാണ്, ചാപ്ലൈൻസാണ്. അപ്പം ഒരു കൊലയാളിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന് ശിക്ഷ വിധിച്ചു. അവൻ ജയിലിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവൻ്റെ അടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് ചാപ്ലൈൻ പോയി പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നൊന്നുമില്ല. അപ്പം ഈ ചാപ്ലൈൻ്റെ ഒരു അറ്റൻഡൻ്റ് ഉണ്ട്. അയാൾ ചാപ്ലൈനോട് പറഞ്ഞു, സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എടാ ഞാൻ തിയോളജിയിൽ PhD ഉള്ള പാർട്ടിയാണ്, ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, പിന്നാണോ നീ പറയുന്നത്? ഇല്ല ഞാനൊന്ന് പറയട്ടെ. എന്നാൽ പോയി പറ എന്ന് പറഞ്ഞ് ഇയാൾ പോയി സുവിശേഷം പറഞ്ഞു. അയാൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, എന്ത് മാജിക്കാടാ നീ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല സാറേ. നീ എന്തോ പറഞ്ഞത്? അല്ല സാറ് ചെന്നപ്പോൾ എന്താ പറഞ്ഞ്? ഞാൻ പറഞ്ഞു നീ ഒരു പാപിയാ, നീ നരകത്തിൽ പോകും. ഇതാ ഞാൻ പറഞ്ഞത്. നീ എന്നാ പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞ്, അറ്റൻഡർ പറഞ്ഞ്, സാറേ ഞാൻ അങ്ങനല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഞാനും നിന്നെ പോലൊരു പാപിയായിരുന്നു. നമ്മളെല്ലാം പാപികളാ. നമ്മൾ വി എന്നാ ഇയാൾ പറഞ്ഞത്. യു എന്നാ ചാപ്ലൈൻ പറഞ്ഞത്. വി എന്നാണ് ഇയാൾ പറഞ്ഞത്. വി വെർ ഓൾ സിന്നേഴ്സ്. കമ്പാഷനറ്റ് ആയാലേ സാക്ഷിയാകാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ മാറി നിന്ന് നീ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല. ബി കമ്പാഷനറ്റ്. സാക്ഷിയാവുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. അതിന് വലിയൊരു പാഷൻ ആവശ്യമുണ്ട്. അതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. കർത്താവിൻ്റെ വരവിന് മുമ്പ് കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? ഞാൻ ചെറിയ പ്രായം മുതൽ സുവിശേഷ വേലയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളാണ്. അന്ന് സഭകളെല്ലാം ഇതുപോലെ സുവിശേഷ വേലയിൽ ഇൻവോൾവ് ചെയ്യുന്ന സഭകളുമായിരുന്നു. അല്ലാതെ എൻ്റെ പ്രത്യേകത കൊണ്ടല്ല. എൻ്റെ സഭ അങ്ങനൊരു സഭയായിരുന്നു. എൻ്റെ പാസ്റ്റർ അങ്ങനൊരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം എന്നെ 13 വയസ്സുള്ളപ്പോൾ എന്നെ പരസ്യയോഗത്തിൽ പ്രസംഗിപ്പിച്ചത്. 12 വയസ്സുള്ളപ്പോൾ തന്നെ 13 വയസ്സുള്ളപ്പോൾ കൺവെൻഷനിൽ പ്രസംഗിപ്പിച്ചതൊക്കെ എൻ്റെ പാസ്റ്ററാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത്. അപ്പോൾ അന്നൊക്കെ സഭകൾക്കെല്ലാം ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ഗ്രാമത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ വീടുകളെല്ലാം കയറി ഇറങ്ങുമായിരുന്നു, പരസ്യയോഗങ്ങൾ നടത്തുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, അങ്ങനെ ഒരു പാഷൻ പലപ്പോഴും സഭകൾക്കുമില്ല. ഞാൻ ശ്രീലങ്കയിൽ ആയിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് ആദ്യം പോയത്. പിന്നെ ഞാൻ പോയിട്ടുണ്ട് പലപ്പോഴും. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ചെറിയ പ്രായം ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം സുവിശേഷ പ്രവർത്തനങ്ങൾ നിൻ്റെ സഭയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് അതാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാനത് കഴിഞ്ഞിട്ട് വന്ന് മാത്യുവിനോട് അത് ഷെയർ ചെയ്യുകയും ചെയ്തതാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ, എവ്രി വൺ എവ്രിവെയർ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ദൈവം അത് കൽപ്പിക്കുക. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കർത്താവിനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ കൽപ്പന, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. പക്ഷെ മാനസാന്തരപ്പെടണം എന്ന് അവർ കേട്ടിട്ട് പോലുമില്ല, അവർക്കറിയില്ല. അതുകൊണ്ട് നിൻ്റെ ചുമതല, സഭയുടെ ചുമതല, നീ ചെന്ന് പറ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലായിടത്തും പോകണം. ഗോ എവ്രിവെയർ, എവ്രി വൺ
എവരിവെയർ, എല്ലായിടത്തും എല്ലാവരും. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടക്കണം. ഇന്ന് ഞാനിത് പറയുമ്പോൾ കർത്താവ് വരാൻ പോകുകയാണ്. അതിനുവേണ്ടി സുവിശേഷീകരണത്തിന് നിങ്ങളെയും ഒരുക്കാനാണ് ഞാനിത് പറയുന്നത്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് എന്നോട് കർത്താവ് പറയുക, ദാറ്റ് ഈസ് മൈ കമാൻഡ്മെൻറ്റ്. ആൻഡ് വാട്ട് യു ഷാൽ ഡു, യു ഗോ. നീ പോവും. ആരാ പോകേണ്ടത്? പാസ്റ്റർമാർ പോകാന്നുള്ളതല്ല, അച്ഛന്മാർ പോകാനുള്ളതല്ല. അവരൊക്കെ പൊക്കോട്ടെ, അവരും പോകണം. എല്ലാവരും സാക്ഷിയാകുമെന്നാണ് പറയുന്നത്. ചിലരെ അവൻ അപ്പോസ്തലന്മാരായി വിളിച്ചു, ചിലരെ പ്രവാചകന്മാരായിട്ട് വിളിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള സ്പെഷ്യൽ കോളിംഗ് ഇല്ലാത്തവരും സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ കോളൊന്നും ആവശ്യമില്ല. എല്ലാവരും, നീ ജോലി ചെയ്യുന്നുണ്ടോ, ചെയ്തോ. പക്ഷേ എവരി വൺ എവരിവെയർ ഷുഡ് റിസീവ് ജീസസ്. എല്ലായിടത്തും എല്ലാവരും ദേ ഷുഡ് റിപ്പൻറ്റ്. എവരി വൺ. ആരാ പോകേണ്ടത്? മിഷണറിമാർ പോട്ടെ എന്നാണോ? അതെ, മിഷണറിമാരാ. പക്ഷേ എല്ലാവരും മിഷണറിമാരാ. എവരി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ഒരു ഫ്രേസാണ്. എവരി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ക്രിസ്തു ഉള്ള എല്ലാവരും മിഷണറിമാരാ. എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഞാനൊരു മിഷണറിയാണ്. ഏതാണ് എൻ്റെ മിഷൻ ഫീൽഡ്? ആഫ്രിക്ക ഒരു മിഷൻ ഫീൽഡാണ്, ഇന്ത്യ ഒരു മിഷൻ ഫീൽഡാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനെ വിദൂര സ്ഥലങ്ങൾ മാത്രമല്ല. എന്താണ് മിഷൻ ഫീൽഡ്? എവരി വൺ വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് ദ മിഷൻ ഫീൽഡ്. എവരി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ക്രിസ്തു ഉള്ള എല്ലാവരും മിഷണറിമാരാണ്. നിന്റെ മിഷൻ ഫീൽഡ് ഏതാ? ക്രിസ്തു ഇല്ലാത്തവരെല്ലാം നിന്റെ മിഷൻ ഫീൽഡാണ്. അത് ചിലപ്പോൾ നിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. നിന്റെ മക്കൾ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ നിന്റെ മക്കള് ഒരു മിഷൻ ഫീൽഡാണ്. നിന്റെ കസിൻസ് രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ അവരൊരു മിഷൻ ഫീൽഡാണ്. നിന്റെ അയൽവക്കക്കാരൻ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ അവനൊരു മിഷൻ ഫീൽഡാണ്. നിന്റെ ഗ്രാമക്കാർ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ അതൊരു മിഷൻ ഫീൽഡാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിന് മുമ്പ് സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നിങ്ങളും ഒരുങ്ങണം, ഞാനും ഒരുങ്ങണം, നമ്മളെല്ലാം ഒരുങ്ങണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയണം, ഐ എം എ മിഷണറി ബിക്കോസ് ഐ ഹാവ് ക്രൈസ്റ്റ്. ക്രിസ്തു ഉള്ളത് കൊണ്ട് ഞാനൊരു മിഷണറിയാണ്. എവരി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ഒന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു മിഷണറിയാണ്. ഒന്ന് പറഞ്ഞേ. യെസ്, ഞാനൊരു മിഷണറിയാണ്. അതെ, ഞാൻ കർത്താവിനെ മറ്റുള്ളവരോട് അറിയിക്കണം. ആരോട്? ക്രിസ്തു ഇല്ലാത്ത എല്ലാവരും ഒരു മിഷണറിയാണ്. അതെൻ്റെ വീട്ടിലായിരിക്കാം. എൻ്റെ മിഷൻ ഫീൽഡ് ചിലപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും. ഇച്ചിലൂടെ കടത്തി പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സഭയായിരിക്കും മിഷൻ ഫീൽഡ്. കാര്യം സഭയിലും ഇന്ന് രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വർഷം തൃശ്ശൂർ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സായിച്ചായ 15 കൊല്ലം മുമ്പ് സായിച്ചാൻ ഇവിടെ തൃശ്ശൂർ ഞങ്ങളുടെ സഭയെ വന്ന് പ്രസംഗിച്ചു. അന്ന് സായിച്ചാൻ പറഞ്ഞൊരു വാചകമുണ്ട്, ചിലപ്പോൾ 15 കൊല്ലം കഴിയുമ്പോൾ സുവിശേഷ പ്രസംഗം നടത്തേണ്ടത് സഭകളിലായിരിക്കുമെന്ന്. അന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പോൾ 15 വർഷമായി സായിച്ചായ. ഇന്നിപ്പോൾ അത് വളരെ കറക്റ്റാണ്. ഇന്നിപ്പം സഭയ്ക്കകത്ത് സുവിശേഷ പ്രസംഗം നടത്തേണ്ട കാലഘട്ടം വന്നിരിക്കുകയാണ്. കാര്യം വീണ്ടും ജനിക്കാത്തവർ സഭയ്ക്കുള്ളിലുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും വീണ്ടും ജനിച്ചവരല്ല. നമ്മുടെ സഭകളിൽ തന്നെ പലരും വീണ്ടും ജനിച്ചവരല്ല. ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനാനുഭവം പ്രാപിക്കാത്ത ആളുകൾ, ക്രിസ്തു ഉള്ളിൽ വസിക്കാത്തവർ. Everyone with Christ is a missionary. Everyone without Christ is the mission field, even if he is inside the church. സഭയ്ക്കുള്ളിലാണെങ്കിൽ പോലും തീർച്ചയായും ആ രീതിയിൽ നമ്മൾ മിഷനറിമാരാകണം. കാരണം കർത്താവ് വരിക. കർത്താവ് വരുമ്പോൾ നമ്മൾ ജനങ്ങളെ ഒരുക്കണം. ഒരു കതിരെങ്കിലും നമ്മളങ്ങ് കൊണ്ട് കൊടുക്കണം. ചിലരെയെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി നേടണം. അത് വളരെ അത്യാവശ്യമാണ്. വിറ്റ്നസിംഗ് എന്ന് പറയുന്നത് ഒരു സഭയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോസ്തല പ്രവൃത്തി തന്നെ അതിൻ്റെ 8-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിൽ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോൾ അപ്പോസ്തോലന്മാർ പോയില്ല, അവർ യെരുശലേമിൽ തന്നെ നിന്നു. ചിതറിപ്പോയവരാരാ? ബാക്കിയുള്ള എല്ലാവരും സാധാരണ വിശ്വാസികൾ ചിതറിപ്പോയി.
4-ാം വാക്യത്തിൽ പറയുന്നതെന്നറിയാമോ? ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അവർ അപ്പോസ്തലന്മാരല്ല, പക്ഷേ ചിതറിപ്പോയ വിശ്വാസികൾ ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിക്കണം. അതാരാണ്? അതിനുവേണ്ടി വിളിക്കപ്പെട്ട പ്രത്യേകമായ നിയോഗം ലഭിച്ച് അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയവർ മാത്രമൊന്നുമല്ല. ചിതറിപ്പോയവർ അവർ സാധാരണ വിശ്വാസികളാണ്. ദേ ആർ നോർമൽ ബിലീവേഴ്സ്, ബട്ട് ദേ വെർ ഷെയറിങ് ഗോസ്പൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സുവിശേഷകരാകണം. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം സുവിശേഷം അറിയിക്കണം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനോട് മാത്രമല്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അവർ യഹൂദന്മാരോട് അല്ലാതെ വേറെ ആരോടും സുവിശേഷം പറഞ്ഞില്ല, യഹൂദന്മാരോട് മാത്രം. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മളിവിടെ കാണുന്നതെന്നറിയാമോ? ഞാൻ വായിക്കുന്നില്ല, നമുക്കറിയാം. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വിജാതീയരോട് പത്രോസ് സുവിശേഷം അറിയിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. വിജാതീയരോട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ ആരോടാണ് സുവിശേഷം അറിയിക്കേണ്ടത്? എല്ലാവരോടും. യഹൂദന്മാരോട് പറയണം, മർത്തോമാക്കാരോട് പറയണം, കത്തോലിക്കരോട് പറയണം, യാക്കോബക്കാരോട് പറയണം, പെന്തിക്കോസുകാരോടും പറയണം, ഹിന്ദുക്കളോടും പറയണം, മുസ്ലിങ്ങളോടും പറയണം, എല്ലാവരോടും പറയണം. സുവിശേഷം അറിയിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അവരെല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ദൈവവചനം ഇങ്ങനെ പരക്കണം. എല്ലാവരും സുവിശേഷം കേൾക്കണം. 13-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് സുവിശേഷം ഏഷ്യ മൈനറിൻ്റെ പല സ്ഥലങ്ങളിലേക്ക്, നേരത്തെ അവർ അന്ത്യോക്യ അവിടെയൊക്കെ പോയിടും, പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് ബർന്നബാസിനെയും ശൗലിനെയും അവർ പ്രാർത്ഥിച്ച് അയക്കുകയാണ്. അവർ യെരുശലേമിലേക്കല്ല പോയത്, ഏഷ്യ മൈനറിലേക്കാണ്. ഒരു വിശാലമായ സ്ഥലത്തേക്ക് അവർ പോവുകയാണ്, ഏഷ്യ മൈനറിലേക്ക് പോവുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ കുറച്ച് അധ്യായങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതെന്നറിയാമോ? ഏഷ്യ മൈനറിൽ മാത്രമല്ല, യൂറോപ്പിലേക്ക് വരുന്നു. വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. യൂറോപ്പിലേക്ക് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചോളുക. അവിടെ നമ്മൾ കാണുന്നത്, അവർ ഏഷ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അവർ ഗലാത്യ, ഫ്രുഗ്യയിലും പെലാത്യ ദേശത്തു നിന്ന് നടന്നു. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ രാത്രിയിലെ പൗലോസ് ഒരു ദർശനം കാണുകയാണ്. മക്കദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. മാസിലോണിയ ഏഷ്യ മൈനറല്ല, അത് യൂറോപ്പാണ്. യൂറോപ്പിലേക്ക് സുവിശേഷം പരന്നു. അവർ ഫിലിപ്പിയിൽ ചെന്നു, ലുദിയായോട് സുവിശേഷം അറിയിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ടാണ് ലുദിയ, ആദ്യത്തെ കൺവേർട്ടാണ്. അപ്പോൾ സുവിശേഷം ഇങ്ങനെ വ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സുവിശേഷം വ്യാപിക്കുകയാണ്, പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷം വ്യാപിക്കുകയാണ്. അതിന് പുറകിൽ നിന്നത് സഭയാണ്. ഈ പൗലോസും ബർന്നബാസും പോയി സുവിശേഷം അറിയിച്ചിട്ട് തിരിച്ച് വീണ്ടും അന്ത്യോക്യ സഭയിൽ വന്ന് അന്ത്യോക്യ സഭ അവർക്ക് കൂട്ടായ്മ കൊടുക്കുകയാണ്. പോയപ്പോൾ അവർ സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് അന്ത്യോക്യ സഭ കൂടെ നിന്നു. പിന്നെ ഫിലിപ്പിയയിൽ അവർ സുവിശേഷം അറിയിച്ചു. പിന്നെ ഫിലിപ്പിയയിൽ നിന്ന് പത്രോസ് മറ്റ് സ്ഥലങ്ങളിൽ പോയപ്പോൾ ഫിലിപ്പിയയിലെ സഭകൾ പൗലോസിനെ സഹായിക്കാൻ തുടങ്ങി. തെസലോനിക്കയിൽ അവർ സുവിശേഷം അറിയിച്ചു. തെസലോനിക്ക സഭ എന്ത് ചെയ്തെന്നറിയാമോ? തെസലോനിക്ക സഭ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷം അറിയിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതായ കാര്യം. മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ സുവിശേഷം അറിയിക്കുന്ന ഒരവസ്ഥ.